ഹായ്. പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം വളരെ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. ഫ്രണ്ട്ലി ആയി പോയാൽ മാത്രമേ ആ ഒരു മീറ്റിങ്ങിൻ്റെ ആഫ്റ്റർ അതിനെ ഒരു പരിണിതി, ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം നല്ല രീതിയിൽ നമുക്ക്, അതായത് നമ്മുടെ കുട്ടിയെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു മൈൽ സ്റ്റോണാണ് ഈ ഓരോ പാരൻസ് മീറ്റിങ്. കുട്ടികളെ നമുക്ക് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റുക. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അധ്യാപകർ എന്ന നിലയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പാരൻസ് മീറ്റിംഗ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്ക് തന്നെ നമുക്ക് എടുക്കാം. ഫ്രീഡം ടു ഷെയർ എനി കൺസേൺസ്. Want to share, let the parents give any freedom to share their thoughts and concerns. We should not get angry. We should be emotionally intelligent to treat them. നമ്മൾ ഇമോഷണൽ കൺട്രോൾ ചെയ്തിട്ട് അവരത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും അവർ കുറച്ച് ഒരു മാന്യതയോടുകൂടി സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം കയർത്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. സോ റിമെമ്പർ വാട്ട് യു ടോക്ക്ഡ് അബൌട്ട്. നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അവരോട് കൃത്യമായിട്ട് ആലോചിച്ചെടുക്കണം, അത് നോട്ട് ചെയ്യണം. കാരണം പിന്നീട് നമ്മൾ ആ ഒരു ഫോർമ്യൂലയിലാണ് നമ്മളെ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. I do not know everything. These parents know a lot of things. They are the first teachers. So പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആത്യന്തികമായിട്ട് ഈ കുട്ടി ഇങ്ങനെയാണ് എന്ന് പറയാൻ മാത്രം അറിവുള്ള ആളുകളല്ല നമ്മൾ ആ കുട്ടികളെക്കുറിച്ച്. ദെൻ എൻഡ് ദ കോൺഫറൻസ് ഓൺ എ ഗുഡ് നോട്ട്. അതും വളരെ പ്രധാനമാണ്. ഫ്രണ്ട്ലി എന്നുള്ള FRIE. യു ഷുഡ് എൻഡ് ദ കോൺഫറൻസ് വിത്ത് എ ഗുഡ് നോട്ട്. എങ്ങനെയായാലും തുടക്കം ഒടുക്കമൊക്കെ നല്ലൊരു കുറിപ്പോട് കൂടിയായിരിക്കും, നല്ലൊരു ഒരു കോമൻറ്റോട് കൂടിയായിരിക്കണം. ആൻഡ് നോ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ഷുഡ് ബി. അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസിനൊന്നും അവർ ചോദിക്കേണ്ടത് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ദെൻ നോ ക്വസ്റ്റ്യൻസ് ആർ സ്റ്റുപ്പിഡ്. അവരുടെ കുട്ടി അധ്യാപകർ ചിന്തിക്കേണ്ടത് ഈ പാരൻസിൻ്റെ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ, അത് സ്റ്റുപ്പിഡല്ല. അവർക്ക് ഒരുപാട് ആദികളും വ്യാധികളും ഉണ്ട് ഈ കുട്ടികളെക്കുറിച്ച്, കുട്ടികൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച്. ആൻഡ് ഡയറക്റ്റ് കൺസേൺ കമ്പാഷനലി. നമ്മൾ കൺസേൺ ചെയ്യേണ്ടത് കുട്ടികളുടെ ഈ പാരൻസിൻ്റെ ഓരോ ചോദ്യങ്ങളും വളരെ കമ്പാഷനേറ്റ്ലിയായിട്ടാണ് നമ്മൾ അത് മുന്നോട്ട് നീങ്ങേണ്ടതും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതും. നെക്സ്റ്റ് ഫ്രണ്ട്ലി എന്നുള്ള L സ്റ്റാൻഡ്സ് ഫോർ ലെറ്റ് ഫാമിലീസ് നോ ദാറ്റ് യു കെയർ ദം. യു കെയർ ദ സ്റ്റുഡൻസ്. നമ്മൾ വെറുതെ അങ്ങ് കെയർ ചെയ്താൽ പോരാ, അവരോട് പറയണം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവരോട് സൂചിപ്പിക്കണം. ലാസ്റ്റ് വൈ. യുവർ ഇംപ്രഷൻ സെറ്റ്സ് ദ ട്യൂൺ ഓഫ് ദി റിലേഷൻഷിപ്പ്. നമ്മുടെ ഇംപ്രഷനാണ് ആ ഒരു റിലേഷൻഷിപ്പ്, പാരൻസ് ടീച്ചർ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്യൂണ് നിയതമാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ട് വളരെ സ്നേഹമസൃണമായിട്ടുള്ള ടോട്ടലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാരൻസ് ടീച്ചർ കോൺഫറൻസ് ആയിരിക്കണം പാരൻസ് മീറ്റിംഗ്. താങ്ക് യു.